മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ പല്ലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും കഴിഞ്ഞില്ല. എങ്ങനെ ഉണ്ട് മഴയൊക്കെ? ഇവിടെ അടിപൊളി മഴയാണ് കേട്ടോ. ഒന്നാമത്തെ ഇവിടെ കുന്നല്ലേ, അപ്പം നല്ലോണം പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ അവിടുത്തെ മരം മുറിച്ചതിനോട് അത്രയ്ക്കില്ല, എന്നാലും നന്നായിട്ട് തന്നെ ഇരുട്ടായിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പ്രത്യേകിച്ച് എവിടെയും പോകാനോ അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് അലക്കാനുണ്ട്. പരിപാടിയൊന്നും ഇല്ലാന്നല്ല കേട്ടോ, അലക്കാനുണ്ട്. പക്ഷെ വെള്ളവും വരണം, അതേപോലെ തന്നെ വെയിലും വരണം. അല്ലാതെ നമുക്ക് ഇടാനുള്ള സ്പേസ് ഇല്ല. മുറ്റത്ത് മറ്റേ ആ ടാർപ്പായില്ലേ, അത് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടായിരുന്നു. അത് കെട്ടിയിട്ടുമില്ല. എന്ത് ചെയ്യാനാ, മനുഷ്യനങ്ങനെ മടി പിടിപ്പിക്കാതായിട്ട് ഓരോരോ സിറ്റുവേഷൻസ് ഇങ്ങനെ വന്നുകൊടുക്കാം. പിന്നെ എന്തൊക്കെയാ വിശേഷം? നിങ്ങളുടെ നാട്ടിലേക്ക് മഴയൊക്കെ വന്ന് തുടങ്ങിയോ? ഞാനിങ്ങനെ ടി വിയിൽ കുറേ ന്യൂസൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം മുറ്റത്തൂടെ വെറുതെ ഒന്നിങ്ങനെ ഇറങ്ങി നടന്നാലോ? എൻ്റെ ചെരുപ്പ് ഇവിടെ ഇല്ല, ഇനി അപ്പുറത്തൂടെ പോയി എടുക്കണ്ടേ. അപ്പോൾ നമുക്ക് തൽക്കാലം ആദ്യം എൻ്റെ കുഞ്ഞി ചെരുപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓ ഗോഡ്, ഇത്രയും ദാരിദ്ര്യം പിടിച്ചാൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഉണ്ടേ. ഇപ്പം നമുക്കിങ്ങനെ നടക്കാം. തലയിൽ തേങ്ങയൊന്നും വീഴാൻ മതിയായിരുന്നു. ഇപ്പം ചെടിക്കൊക്കെ നല്ല മഴ ചാറുണ്ട്. ചെടിക്കൊക്കെ നല്ല സന്തോഷമായിരിക്കും. ഇതാണ് നമ്മുടെ മറ്റേ കറ്റാർവാഴ. ഞാൻ ഫസ്റ്റ് കുഴിച്ചിട്ട സാധന. എന്നെപ്പോലെ പകുതി വൈക്കിൽ വെച്ച് മുരടിച്ചു പോയി. പിന്നെ നല്ലോണം വളർന്നിട്ടില്ല ഗൈസ്. ഇവിടെ പുതിയതൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇവരോട് പൊന്തി വരുന്നില്ല. ഇവരൊക്കെ നല്ല ഉഷാറായിട്ടാ. പിന്നെ ഇതൊക്കെയാണ് മുറ്റത്തെ അവസ്ഥകൾ. മുറ്റൊന്നും അടിച്ചില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴയായിരുന്നു. ഇപ്പോഴാണ് മഴയും തോർന്നത്. ഇത് നമ്മളെ മരം മുറിച്ച, ഇത് അവിടുത്തെ ഈ മരം മുറിച്ചതാട്ടോ. അതിൻ്റെ മൊത്തം ഇവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മളെ മരം മുറിച്ചത്. മഴ പെയ്തേ. അയ്യോ, കുഞ്ഞു ചേർപ്പിട്ട് ഓടാൻ പറ്റില്ല. മഴ പെയ്ത് മഴ കുട മഴയുടെ മഴ പെയ്ത്. എന്താണിത്? ഓ ഗോഡ്, നിധി കിട്ടിയിരിക്കുന്നു ഗായ്സ്. മഴയത്ത് നമുക്ക് അങ്ങനെ നിധി കിട്ടിയിരിക്കുന്നു. ഇതെന്തത്, നിധിയാണോ ഗായ്സ്? നമ്മൾക്ക് മഴയത്ത് നിധി കിട്ടിയിരിക്കുന്നു. ഇത് സ്വർണ്ണാണോ? ദിസ് ഈസ് റോൾഡ് ഗോൾഡാണ്, പക്ഷെ റോൾഡാണെന്നുള്ളു. ഇവിടെ കിടക്കട്ടെ, കൈ പോയി കഴുകട്ടെ. ഇവിടെ മഴ പെയ്ത് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ചായ കുടിക്കാനുണ്ട്. ഒരു രണ്ട് മൂന്ന് വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാനുണ്ട്. പിന്നെ എന്തുവാ, വീഡിയോ എടുക്കാനുണ്ട്. എന്താ പറയുക, ഇനി അങ്ങോട്ടേക്ക് വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ സെറ്റ് ആവില്ല ഗൈസ്. ഇങ്ങനെ വ്ലോഗാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ നമ്മളെ ഫസ്റ്റ് ചാനലിലുള്ള മറ്റേ സംഭവമല്ലേ, എന്താ പറയുക, സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കിട്ടണില്ലേ പറയേ. അതൊന്നും എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഇത് സ്കൂള് തുറന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡെയിലി വീഡിയോ എടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ആദ്യമോന് സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ അവനല്ലേ കൂടുതലായിട്ട് ടൈം കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കാൻ ഡെയിലി ഷോർട്സ് വീഡിയോ, അതുപോലെ തന്നെ മറ്റേ സാധനങ്ങളൊക്കെ അല്ലേ, ഫുൾ വീഡിയോ വ്ളോഗ്, ഈ സാധനമൊക്കെ പെട്ടെന്ന് എടുത്ത് വെക്കാം, സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി ചായ കുടിക്കുന്ന സമയത്ത് കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ചായക്ക് ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ദോശ, പിന്നെ നമ്മുടെ തക്കാളീൻ്റെ ചമ്മന്തി,
പ്ലസ് കറി, ചമ്മന്തിക്കറി നമുക്ക് പറയാം. പിന്നെ നല്ല ചൂടുള്ള ചായ ഉണ്ട്, നല്ല മഴയൊക്കെ അല്ലേ, നല്ല ചൂടാ ചായ കുടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ ആദ്യത്തെ ഉരുള നിങ്ങൾ തന്നെ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയട്ടോ. പിന്നെന്താ, ഈ തക്കാളീൻ്റെ ചമ്മന്തിക്കറി ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള സാധനമല്ലേ എപ്പോഴും ഉണ്ടാക്കുള്ളൂ. ഗൈസ്, അച്ഛൻ ഇപ്പോൾ പീടികയിൽ പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതല്ല കേട്ടോ, വേറെ ഒരു സാധനം കാണിച്ചു തരാം. അങ്ങനെ വീട്ടിലൊക്കെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇതേപോലെ ഷീറ്റ് ചെയ്തു. അപ്പം നമുക്ക് സാധനം വാങ്ങിക്കാനുള്ള ഷീറ്റ് ചെയ്താണ് കേട്ടോ. ഇത് പറ്റുബുക്കാണ് മക്കളെ, പറ്റുബുക്കാണ്. ഇതിൽ ഓരോ സാധനങ്ങൾ എഴുതും, അപ്പുറത്തെ സൈഡിൽ കണക്കൂട്ടി എഴുതി തരും കേട്ടോ. ഗായ്സ്, ഞാൻ വീഡിയോ എടുക്കാൻ വന്നിരുന്നതാണ്. ഇവിടെ ഒടുക്കാത്ത മഴ. കുറേ നേരം കുറച്ചെടുക്കും, പിന്നെ അവിടെ നിർത്തിയേക്കും, മഴ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, പിന്നെയും കുറച്ചെടുക്കും, പിന്നെയും മഴ പെയ്യും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ തന്നെ ആയിരിക്കണോ? ഇതിപ്പോൾ മൺസൂണായല്ലോ, മഴക്കാലമായല്ലോ. ഇനിയിപ്പോൾ കറണ്ട് പോകുന്നുണ്ടോ, ഇടി വെട്ടുന്നുണ്ടോ, മഴ പെയ്യുന്നുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യാൻ, ഇപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒതുങ്ങി കെട്ടി ഇരിക്കുന്നൊക്കെ വെറുതെ പോകുന്നു. മഴ, ഭയങ്കര മഴ, നല്ല മഴയാണ് പുറത്ത്. ഞാൻ ജനലൊക്കെ പൂട്ടി വെച്ചില്ല. ഗൈസ്, മഴ തോരുന്ന ഒരു ലക്ഷണവും കാണാനില്ല കേട്ടോ. ഞാൻ മുടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഷൂട്ട് ചെയ്തു. നല്ല മഴേൻ്റെ സൗണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കുഴയുന്നു. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഓടിൻ്റെ മേലെ താർപ്പായിട്ടതിനോട് ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ടെങ്കിലും ഭയങ്കര സൗണ്ടാണ് ഉള്ളിലേക്ക് കേൾക്കുക. ഇപ്പോൾ ഒന്നാമത്തെ സീലിങ്ങും കൂടി ഇല്ലാത്തതിനോണ്ടേ ഡയറക്റ്റ്ലി നല്ലോണം അങ്ങോട്ട് കേൾക്കും. പിന്നെ ഫോണിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ആ സൗണ്ടൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് എടുക്കുമല്ലോ. അപ്പോൾ അതിനോട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ എടുക്കുക, വീഡിയോ എടുക്കും, മഴ നന്നായിട്ട് പെയ്യും, അപ്പം ഞാൻ പോസ് ചെയ്തേക്കും, പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് കറണ്ട് പോകും. അയ്യോ, ഇന്ന് ഞാൻ എത്ര നേരമായെന്നറിയോ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഫൈനലി അവസാനം ഞാൻ എടുത്ത വീഡിയോ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ മൗനം വിദ്യാനുഭൂഷണം എന്ന് പറയുന്ന മാതിരി ഫുൾ ആക്ഷനിലാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ. ഫുൾ സാധനങ്ങൾ ഞാൻ കാണിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇനി വോയിസ് ഓവർ കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മഴക്കാലമായല്ലോ, ഇനിയിപ്പോൾ കറണ്ടിൻ്റെ കാര്യം ഒരു പ്രശ്നമായി വരും. രണ്ടാമത്തെ എന്താ വെച്ചാൽ മഴ ഒരു പ്രശ്നമാണ്. പിന്നെ എന്താ, കാറ്റ്, ഇടി. ഇനിയിപ്പോൾ കറണ്ടൊക്കെ പോയി ഒരു ദിവസം 2 ദിവസമൊക്കെ കറണ്ടൊക്കെ ഇല്ലാണ്ടായാൽ എന്ത് ചെയ്യുക ഭഗവാനെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ മിണ്ടാതെ ആണെങ്കിലും വോയിസ് ഓവർ കൊടുത്തിട്ടാണെങ്കിലും എടുത്ത് സെറ്റാക്കി വെക്കണം. അല്ലെങ്കിൽ തന്നെ എന്താ പറയുക, വാച്ച് അവർ കുറവാണ് ഇത് പിന്നെ തുടങ്ങിയിട്ടല്ലല്ലോ നമ്മുടെ ചാനൽ, അത് പിന്നെ കുഴപ്പമില്ല. പക്ഷെ മറ്റേതിൽ പ്രശ്നമാവും. ഞാൻ ഒരു വിധത്തിൽ ഇവരെ കയറ്റി കൊണ്ടുവരുന്നതാണ് വാച്ച് അവർ. പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് ഇതായിപ്പോവും. പിന്നെ എന്തെങ്കിലും എന്താ പറയുക, ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഞാനിങ്ങനെ സ്ക്രീനിൽ മറ്റേ ചാനലിൻ്റെ പേര് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നീലിപ്പെണ്ണ് എന്ന് അടിച്ചാൽ മതി. നീലിപ്പെണ്ണ് വ്ളോഗ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതല്ല കേട്ടോ, മറ്റേത് ലേഡി ബോസ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ വരാം. അല്ല, എൻ്റെ പേരടിച്ചാൽ മതി, നീലിപ്പെണ്ണ് എന്ന് അടിച്ചാൽ മതി, അപ്പം തന്നെ വരും കേട്ടോ. പിന്നെ കണ്ടാൽ നമുക്ക് അറിയാമല്ലോ. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ആ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നുണ്ട്, കാരണം എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ അല്ലേ ഗൈസ് എന്താ പറയുക പ്രമോട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ പിന്നെ
ഞാൻ തന്നെ പറയുന്നുണ്ട്, കുഴപ്പമില്ല. അത് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയും. ഇതിലിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും വ്ളോഗ് ചാനലിൽ ഞാൻ ആ വീഡിയോ ഇട്ട് പോയി കാണണമെന്ന്. ഓക്കെ, അപ്പം അവിടെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ പറയും അതിൽ ഞാൻ ഇന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് പോയി കാണുന്നത്. ഇങ്ങനെ ഉണ്ട് പ്രമോഷൻ. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ചാനൽ കാണുന്ന കൂട്ടത്തിൽ അതും കൂടി പോയി കാണുക. അവിടെ ഉള്ളത് ഞാൻ അവിടെ പോയി പറയുന്നതാണ്. ഓക്കെ, എന്തായാലും ഞാൻ വേഗം പോയിട്ട് ഇനി ഫോണൊന്ന് ചാർജിലിടട്ടെ കേട്ടോ. കറണ്ട് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പാടോ. ഞാൻ ലാപ്ടോപ്പ് ഓൾറെഡി ഇവിടെ ചാർജിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കണം. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. ഓക്കെ, സമയം എത്രയായിന്നറിയോ? 6 മണിയായി. ഞാനെപ്പകാരം എത്ര മണിക്കാണ്? 2:30 ചോറ് തന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. സമയം 6 മണിയായി. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാനുണ്ട്, വോയിസ് ഓവർ കൊടുക്കണം. അല്ലാതെ ക്ലോസപ്പ് ആയിട്ട് ചിലപ്പോൾ വീഡിയോ വേറെ കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ വാങ്ങിയിട്ടുള്ള മീഷോൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്, മേക്കപ്പ് പ്രോഡക്റ്റ്സാണ്. ഞാൻ ഇതുവരെ എന്താ പറയുക, മീഷോന്ന് മേക്കപ്പിൻ്റെ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനോണ്ട് തന്നെ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ 3 അങ്ങനെ എന്തോ ഉണ്ട്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ 3 ഒന്നും എടുക്കില്ല. 4 അതിൽ കൂടുതലുള്ള സ്റ്റാർ നോക്കിയിട്ട് ഞാൻ സാധനം വാങ്ങുക. പക്ഷെ ഇതെന്താണെന്ന് അറിയില്ല, ഞാൻ 3 ആണ് വാങ്ങിയത്. കുഴപ്പമില്ല, നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ പാക്കിങ്ങൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു പന്തിക്കേട് ഗൈസ്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ആ പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്തിട്ടൊരു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യാം. അപ്പോൾ പറയാലോ എന്താണെന്നുള്ളത്. മുഖത്തിനൊന്നും പറ്റില്ല എനിക്ക്, അതാണ് ഇപ്പോൾ പേടി. അതിൻ്റെ പാക്കിങ് കാണുമ്പോൾ ഒരു ഡിങ്കോളിഫിക്കേഷൻ ഫീൽ ചെയ്യുന്നു. ഓക്കെ ഗൈസ്, എന്തായാലും വരില്ല. ഞാൻ ഫോണൊന്ന് ചാർജിലിട്ട് കേട്ടോ. മഴ അതാ വീണ്ടും നല്ല അടിപൊളിയായിട്ട് പെയ്ത് വരുന്നത്. നല്ല ഇരുടായിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക്. ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം പുറത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. ഡേ 2 ഗൈസ്, ഡേ 2. അപ്പോൾ നിങ്ങൾ വിചാരിക്കട്ടോ ഇന്നലത്തെ അതേ കോലത്തിലാണല്ലോ എന്നല്ലേ. ഞാൻ കുളി ഇത് കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഭയങ്കരമായിട്ടുള്ള പണിയിലായിരുന്നു. അലക്കലൊക്കെ കഴിഞ്ഞിട്ടോ, അലക്കി ഇനി ഞാൻ പോയിട്ട് നല്ല കുളിക്കണ്ട. അപ്പോൾ സമയം ഏകദേശം എത്ര മണിയെന്നറിയുമോ? സമയം 1:10. യെസ്, ഉച്ച സമയമായിരിക്കുന്നു. അപ്പോൾ നമ്മളിനി അലക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊരു വെയിൽ വന്നപ്പോൾ അലക്കിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇരുടായി ഗൈസ്, ഇപ്പോൾ ഇരുടായിക്കൊണ്ടിരിക്കുന്നു. എവിടെ ആറിടുന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ പോയി കുളിക്കട്ടെ, എന്നിട്ട് വരാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഗൈസ്, നമ്മളിന്നിവിടെ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളിന്നൊരു റെസ്ക്യൂ ഓപ്പറേഷനാണ് ചെയ്യുന്നത്. നമ്മളെ സുന്ദരല്ലേ പൂച്ച, ഒരു 3-4 ആഴ്ചയായിട്ട് അവനെ കാണാനില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മേലെ വീട്ടിൽ ചേച്ചി വന്ന് പറയാം കിണറിലൊരു പൂച്ച ഉണ്ടെന്ന്. പോയി നോക്കിയപ്പോൾ അവനാണോ ഇനി അത് അവൻ്റെ അതേമാതിരത്തെ വേറെ 2 പൂച്ചകളുണ്ട്, അതാണോ എന്നുള്ള അറിയില്ല. എന്തായാലും നമ്മൾ ഈ ദൗത്യം ഏറ്റെടുത്തിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ നോക്കട്ടെ. ഇതാണ് നമ്മൾ പൂച്ചക്കുട്ടീനെ രക്ഷിക്കാൻ പോകുന്ന ബാസ്കറ്റ്. ഗൈസ്, അമ്മ ദൗത്യം ഏറ്റെടുത്തു. കമ്പി ചൂടാക്കിയിട്ട് ബക്കറ്റിന്റെ അവിടെ ഓട്ട ഉണ്ടാക്കാൻ പോകുന്നു. Oke, amada. Soisimai. Oke, ketik itu. Amada tiga-tiga amada otakku. Tanata itu. Tadang. Kedua. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിതാ കയറും കൊട്ടയും പട്ടിയൊക്കെ ആയിട്ട് പോവുകയാണ്. സുന്ദരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുമോ നോക്കാം കേട്ടോ. ഓക്കെ, അയ്യോ പാവം.
അങ്ങനെ നമ്മളെ സുന്ദരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇതിൽ കയറുമോ എന്താ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. ഇതേപോലെ ബക്കറ്റ് കെട്ടിയിട്ട് ഒരു ഭാഗത്ത് മാത്രമേ വെള്ളമുള്ളൂ, ഇപ്പുറത്ത് അവൻ നിൽക്കുന്ന ഭാഗത്ത് വെള്ളം ഇല്ല കേട്ടോ കിണറിൽ. അപ്പോൾ ഒരു ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അതിലേക്ക് കയറുകയാണെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാമല്ലോ മെല്ലെ. കിണർ നല്ല ആഴമുള്ള കിണറാണ്, അപ്പോൾ അടിഭാഗം ഇടിഞ്ഞിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാളെ ഇറക്കുക എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാരെ നോക്കിയിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട്, പക്ഷെ ആരും ഇറങ്ങാൻ പേടിയാവുക, താല്പര്യപ്പെടുന്നില്ല. ഒന്നാമത് ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണല്ലോ, കിണർ ഇടിഞ്ഞു പോവുക അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാൻ ആർക്കും വലിയ ധൈര്യവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇതേപോലെ ഇറക്കി നോക്കിയിട്ട് കരയിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ മണ്ണിടിഞ്ഞ അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒരു പൊത്ത് പോലെയാണ് കേട്ടോ, ഒരു ഗുഹ പോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അവൻ കയറിപ്പോയി. എങ്ങനെ നോക്കിയിട്ടും അതിലേക്ക് കയറുന്നേ ഇല്ല.